ഹായ് ഓൾ, ഇന്നൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പർച്ചേസ് ചെയ്ത ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കലാണ് നെക്സ്റ്റ് ടാസ്ക്. ലുലുവിലും കാരിഫോറും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ 2 ഷോപ്പിംഗ് സെൻറ്ററിലെയും ഓഫർ ബുക്ക് നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഐറ്റത്തിന് ലുലുവിനാണോ ഓഫറെങ്കിൽ വേറെ ഐറ്റത്തിന് കാരിഫോറാണ് കൂടുതൽ ഓഫർ കണ്ട്. അപ്പം വിചാരിച്ചു 2 സ്ഥലത്തും കയറിയിട്ട് നോക്കി പർച്ചേസ് ചെയ്യാമെന്ന്. നാടൻ ഉണ്ണിയപ്പം എന്നൊക്കെ എഴുതി കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു ക്രേവിങ്സ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മുടെ മലയാളികൾക്ക് കാണുമ്പോഴേ ഒരു കൊതി കൂടുതലാണല്ലോ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ കിട്ടൂല. എന്തായാലും വീട്ടിൽ വന്ന പാടെ നല്ലൊരു സ്ട്രോങ് ടീ ഇട്ടു, അതിൻ്റെ കൂടെ ഉണ്ണിയപ്പം ക്രോസൻ്റ് ഒക്കെ കഴിച്ചു. അങ്ങനെ റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞാൻ അറേഞ്ച്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഫ്രിഡ്ജൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ അതിലോട്ട് ഐറ്റംസുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. കാരിഫോറിൽ നിന്നാണ് കേട്ടോ മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ലുലുവിൽ കയറുമ്പോൾ മിൽക്ക് അതിന് കൂടുതൽ പ്രൈസ് ഉള്ളതുപോലെ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അധികവും മിൽക്കൊക്കെ എടുക്കുമ്പോൾ കാരിഫോറിൽ നിന്നാണ് എടുക്കാറുള്ളത്, യോഗേർട്ടൊക്കെ. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിലോ അത് വീക്കിലി പർച്ചേസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം അത് പെട്ടെന്ന് കേടുവരുമല്ലോ, അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നെല്ലിക്ക ഞാൻ വാങ്ങിച്ചത് കണ്ടോ, അത് ഞാൻ പനക്കൽക്കണ്ടത്തിലിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കും, എന്നിട്ടൊരു സ്വീറ്റ് പരുവത്തിലാക്കും. അതാവുമ്പോൾ നമുക്ക് കഴിക്കാൻ എളുപ്പമാണ്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ ദിവസം 1-2 ഒക്കെ എടുത്ത് കഴിച്ച് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ എഗ്ഗ് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. ഇതിൽ ഞാൻ ആകെ 6 കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണ് അതിലോട്ട് മാറ്റിയത്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാർ, അത് മസ്റ്റാണല്ലോ. ഫ്രീസർ ഐറ്റംസൊക്കെ ഓൾറെഡി അതിലുണ്ടായിരുന്നതാണ്. ഒന്നും കൂടെ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ഐറ്റംസ്. എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ഇടും കേട്ടോ. കമൻറ്റിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്സ് പറയുക, എന്നാലേ എനിക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോസിൽ. പിന്നെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇത് ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നതും കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓരോന്ന് ചെയ്തോളാം. അപ്പോൾ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.